നമസ്കാരം, റിഞ്ചു അച്ഛനാണ്. എൻ്റെ വീടിൻ്റെ അടുക്കളയിൽ പോലും ഞാൻ കൃത്യമായി കയറാത്ത ഒരാളാണ്. അതിൽ കുറ്റബോധമുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു അടുക്കളയിലാണ്. അടുക്കളയിൽ ഇങ്ങനെ ഇത്രയും മരങ്ങളല്ലേ, മരമല്ല, ഇതെല്ലാം ഈ ഷീറ്റ് താഴോട്ട് പതിക്കാതിരിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഭർത്താവ് ഉപേക്ഷിച്ച് പോയ 37 വയസ്സുകാരി, ഒരു മകനെ പഠിപ്പിക്കണം, വീട്ടുജോലി ചെയ്ത് കുടുംബം നോക്കണം. എങ്ങനെ പോയാലും ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സൈഡിലൊക്കെ വെള്ളം വീഴുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിലാണ് നിൽക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനെ എങ്ങനെ വളർത്തണമെന്നറിയാതെ ജീവിക്കുകയാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ നോക്കുമ്പോൾ അറിയാം, മണ്ണുകൊണ്ട് കട്ട എടുത്തു വെച്ച് പണിഞ്ഞതാണ്. ഇത് നിലനിൽക്കില്ല, പൊട്ടിയിരിക്കുകയാണ്, ഏത് സമയത്തും വീഴാം. മേളത്തെ ഷീറ്റുകളെല്ലാം ഈ മരങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ഏത് സമയത്തും ഒരു മരം വീണാൽ അതിന് മണ്ടക്കത്ത് ഷീറ്റ് പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കമ്പ് വീണാൽ മതി, ഒരു വെള്ളയ്ക്ക വീണാൽ മതി. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ, എന്നെ കാണുന്ന ആരെങ്കിലും ഇതിനെ സഹായിക്കാനോ സഹകരിക്കാനോ തയ്യാറാണെങ്കിൽ നമുക്ക് ഇവർക്കൊരു വീട് പണിത് കൊടുക്കണമെന്നൊരാഗ്രഹം എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് ആയതുകൊണ്ട് ഞാൻ അവിടെ, അവൻ്റെ നല്ല കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ വീട് വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. പലരും എന്നോട്, അവൻ്റെ ക്ലാസ് ടീച്ചർ ഉൾപ്പെടെ PTA പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞപ്പം അവൻ്റെ വീട് വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. ഇങ്ങനെ ദാരുണമായൊരവസ്ഥയാണ് ഇത്. ഇവരാരും ഒരു കൊട്ടാരമല്ല ആവശ്യപ്പെടുന്നത്. വെറും 430 സ്ക്വയർ ഫീറ്റ് അല്ലെ 450 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട്, 6, 6.5, 7 ലക്ഷം രൂപ മാത്രം മുടക്കേണ്ട ഒരു വീട്. നമ്മളാലാകും ഇതൊന്ന് സഹായിച്ചാൽ ഇവിടെ ഒരു വീട് പണിയാൻ കഴിയുമെങ്കിൽ ഇടയാകട്ടെ. ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം സഹായിക്കട്ടെ.